ഒരു കാര്യമാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അല്പം സംശയം വരുന്ന കാര്യമാണ്. അത് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ സലാം വീട്ടുകയാണെങ്കിൽ നമ്മൾ ഏതിരുത്താണ് ഇരിക്കേണ്ടത് എന്ന് ചോദിക്കും. പലരും നമ്മുടെ തറാവീഹ് ഒക്കെ നിസ്കരിക്കുന്ന സമയത്ത് ആദ്യത്തെ തയ്യാത്ത രൂപത്തിലായിരിക്കും ഇരിക്കുന്നുണ്ട്. പലപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു മാനദണ്ഡം പഠിച്ചു വെച്ചാൽ ഒരു പ്രശ്നമില്ല. 1 റക്അത്തായാലും 2 റക്അത്തായാലും 3 റക്അത്തായാലും 4 റക്അത്തായാലും റക്അത്തുകളുടെ എണ്ണല്ല ഇവിടെ ഒന്നും പരിഗണിക്കുന്നത്. മറിച്ച് ശേഷം നമ്മൾ സലാം വീട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അതാണ് മാനദണ്ഡം. ശേഷം സലാം വീട്ടുന്നുണ്ടോ, എന്നാൽ കാലിങ്ങനെ താഴോട്ട് വെച്ചുള്ള തളർന്നോട്ടി ഇരുത്താണ്. അത് 1 റക്അത്ത് നിസ്കരിക്കുന്നുള്ളൂ എങ്കിലും 2, 3. കാരണം അവസാനത്തെ അത്തഹിയ്യാത്ത് വരുമ്പോൾ ചിലർക്ക് ഡൗട്ട് കൊടുക്കുക. കാരണം സുബ്ഹിക്ക് അവസാനം കേൾക്കാം. സുബ്ഹ് നിസ്കാരത്തിൽ നമ്മൾ നിസ്കരിക്കുന്ന അവസരത്തിൽ അല്ലെ 2 റക്അത്തേ ഉള്ളൂ. അപ്പൊ അവസാനത്തെ അത്തഹിയ്യാത്ത് പറയാനില്ല, 1 അത്തഹിയ്യാത്തേ ഉള്ളൂ അല്ലെ. അതന്നെയാണ് ആദ്യത്തേതും അവസാനത്തേതും. 4 റക്അത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ അവസാനത്തേത് നോക്കുന്ന ആദ്യത്തേത് ഉണ്ടല്ലോ, അതുകൊണ്ടാ തെറ്റിദ്ധരിക്കുന്നത്. അപ്പൊ ഈ മാനദണ്ഡം എല്ലാവരും പഠിച്ചു വെക്കാം. ശേഷം സലാം ഉണ്ടോ എങ്കിൽ ഇരിക്കേണ്ട ഇരുത്താണ്, എന്നാൽ ഇത് തെറ്റില്ല. അപ്പൊ എത്രത്തോളം നമുക്ക് പഠിഞ്ഞു അറിയാം. ശേഷം സലാം ഇല്ല, ഇവിടെ സഹുവിന്റെ സുജൂദ് ഉണ്ടെങ്കിൽ ശേഷം സലാം വരുന്നില്ല, കാരണം സുജൂദ് കഴിഞ്ഞിട്ടാണ് സലാം. അപ്പൊ ഇരിക്കേണ്ടത് ആദ്യത്തെ അദ്ദേഹത്തിൽ എന്ന് പറഞ്ഞ ഇരുത്തം. നേരത്തെ പറഞ്ഞു ഇത്രാസിന്റെ ഇരുത്തം ഇരിക്കേണ്ട ഒരു സമയമാണത്. അതുവരെ നമുക്ക് ഇങ്ങനെ മാനദണ്ഡം വെച്ച് നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പൊ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കുക എന്നതാണ്.